സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കരുത്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ പോയിന്റ് അവിടെയാ. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും വരുത്തും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ പ്രോസസ് എന്താണോ അതാണ് പുനരുത്ഥാനത്താൽ നമുക്ക് സംഭവിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഇനി വേറൊരു ഘടകം കൂടി ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു പ്രോസസ് വേയും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു സ്റ്റേജും കൂടെ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഒരു രക്ഷയുടെയോ നീതീകരണത്തിന്റെയോ തേജസ്കരണത്തിന്റെയോ വിശുദ്ധീകരണത്തിന്റെയോ ഒരു തലം ഞാൻ കണ്ടിട്ടില്ല ബൈബിളിൽ നിന്ന്. അങ്ങനെ ഇനി അഥവാ നല്ല പഠിപ്പിക്കലുകൾ വരികയും അങ്ങനെ വന്നാൽ ഞാൻ മാറ്റാൻ തയ്യാറാണ്. പക്ഷെ ഇതുവരെ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന തേജസ്കരണവും വിശുദ്ധീകരണവും നീതീകരണവും ഒക്കെ അതിന്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കും. ആ പുനരുത്ഥാന ശരീരത്തിൽ നമുക്ക് അസ്ഥിയും മാംസവും ഉണ്ടെങ്കിൽ, ആ ശരീരത്തിൽ നമുക്ക് രക്തമുണ്ടെങ്കിൽ, ആ ശരീരത്തിൽ നമുക്ക് വെള്ളമുണ്ടെങ്കിൽ അത് സ്വർഗീയ പ്രവേശനത്തിന് തടസ്സമല്ല. കാരണം അത് ദ്രവത്വമുള്ളതല്ല, അദ്രവത്വമുള്ളതാണ്. ക്രൈസ്റ്റ് ബ്രദർ എന്തോ പറയാൻ വരുന്നു. സോറി, ഞാന് ഇതൊക്കെ പ്രിൻസ് പാസ്റ്റർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത്. സ്നേഹത്തിൽ തന്നെയാണ് ആ വിയോജിപ്പ് ഞാൻ ഇവിടെ പറയുന്നത്. പറഞ്ഞോട് സന്തോഷത്തോടെ പറ. ആ ആ പ്രിൻസ് പാസ്റ്റർ പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളും 100% കറക്റ്റാണ്. പക്ഷെ ഈ ജഡരഹിതം, ഇപ്പൊ അനിൽ എസ് നായർ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രിൻസ് പാസ്റ്റർ ചില കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ ലേവ്യ പുസ്തകത്തിൽ നിന്ന്. അതായത് ജീവന്റെ അതായത് നിലനിൽക്കുന്ന രക്തത്തിലാണ്, കറക്റ്റ് ആണത്. പക്ഷെങ്കിൽ നമ്മളവിടെ നോക്കേണ്ടത് ഈ ദ്രവത്വമുള്ള ശരീരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് രക്തമുണ്ട്, പിന്നെ അസ്ഥിയുണ്ട്, മാംസമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തില് പൗലോസ്ലീഹ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ വ്യക്തമാക്കുന്നുണ്ട്, ഒരു വിത്ത് വിതച്ചു കഴിഞ്ഞാല് അത് മുളയ്ക്കുന്നത് ദൈവം അതിന് വേറൊരു രൂപം കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എന്റെ വിയോജിപ്പെന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞു ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അവിടെ രക്തത്തിന്റെ കാര്യം പറയുന്നില്ല എന്നുള്ളതൊരു വ്യക്തത തന്നെയാണ്. പിന്നെ ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അതായത് തേജസ്കരണം പ്രാപിച്ച ആ ശരീരം എന്ന് പറയുന്നത് ഈ ദ്രവത്വമുള്ള അസ്ഥിയും മാംസവും പോലുള്ള ശരീരമല്ല. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഈ തേജസ് പ്രാപിച്ച ശരീരത്തിന്റെ ഒന്നൊന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് ഞാൻ നിർത്തിക്കോളാം. അത് ക്ലാരിറ്റി ഇപ്പൊ പ്രിൻസ് പാസ്റ്ററിന്റെ മറുപടി പറയണമെങ്കിൽ തന്നെ ഞാൻ എന്താ പറയുന്നെന്നുള്ളത് അത് ശ്രദ്ധിച്ചാലല്ലേ പറയാൻ പറ്റൂ. അപ്പം ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഈ തേജസ് ഉള്ള ശരീരത്തിന്റെ മാംസം വേറെ, ദ്രവത്വമുള്ള ശരീരത്തിന്റെ മാംസം വേറെ, രക്തം അതിന് കാരണമൊക്കെ ഉണ്ട്. നമുക്കറിയാം അത് പാപമുഖാന്തരമാണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ തേജസ് പ്രാപിച്ച ആ ശരീരത്തിന്റെ മാംസം എന്ന് പറയുന്നതും അസ്ഥി എന്ന് പറയുന്നതും ഈ ഭൗമികമായ ദ്രവത്വമുള്ള ശരീരത്തിന്റെ ഘടനയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണ്. എന്നാൽ ആ സ്വർഗീയ വാസത്തിന് പറ്റിയതായ രീതിയിലുള്ള ആ രൂപാന്തരം അല്ലെങ്കിൽ ആ തേജസ്കരണമുള്ള ആ ശരീരത്തിലാണ്. അതില് രക്തത്തിന്റെ ആവശ്യമുണ്ടോ? രക്തത്തിന്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യത്തോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഈ തേജസ്കരണത്തിന്റെ ഒരു ഭാഗം പറയാമേ. നേരത്തെ അനിൽ ബ്രദർ അവിടെ ചോദിക്കുകയും ചെയ്തൊരു ചോദ്യമാണ്, പിതാവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യപ്രകൃതം വേണോ എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പം കർത്താവായ യേശു ക്രിസ്തു, ക്രൈസ്റ്റ് ബ്രദർ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്ത് പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു, എന്റെ ഈ ഇന്റർനെറ്റ് വീക്കാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എനിവേ ആവട്ടെ, വിഷയത്തിലേക്ക് വരാം. കർത്താവായ യേശു ക്രിസ്തു ഉയർപ്പിന് ശേഷം മറിയ തന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ ഇതുവരെ കയറി പോയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് കർത്താവായ യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വരുമ്പോൾ എന്നെ തൊട്ടു നോക്കാൻ പറയുന്നുണ്ട്. അപ്പൊ പിതാവിന്റെ അടുക്കൽ നിന്നിട്ട് ഇതിനിടയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കൽ നിന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. ആദ്യം എന്നോട് തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് എന്നെ തൊട്ടു നോക്കി എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ രണ്ടിനും ഇടയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ മുൻപാകെ, തന്റെ ഉയർപ്പിന് ശേഷം പിതാവിന്റെ മുൻപാകെ നിന്നു എന്നതാണ് അതിന്റെ വ്യക്തമായ അർത്ഥം. അതിനകത്ത് ആർക്കും എതിർപ്പില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയാണ് എന്റെ ചോദ്യം, പിതാവിന്റെ മുൻപാകെ അവിടെ നിൽക്കുമ്പോൾ അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു പിന്നെ ശിഷ്യന്മാരുടെ മുൻപാകെ വരുമ്പോൾ എന്നെ തൊട്ട് നോക്കുവിൻ,
ഭൂതങ്ങൾക്ക് ഉള്ളതുപോലെ അസ്ഥി മാംസവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അസ്ഥി മാംസവും പിന്നെ ഉണ്ടല്ലോ. പിതാവിന്റെ മുമ്പാകെ നിന്നിട്ട് തിരിച്ചു പിന്നെ വന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെ അസ്ഥി മാംസം ഉണ്ട്. ഇനി ആ മാംസത്തിന് രക്തമില്ല. അപ്പൊ മാംസം ഉണ്ടെന്ന് ക്ലിയർ ആയി, അസ്ഥി ഉണ്ടെന്ന് ക്ലിയർ ആയി. അതിന് രക്തമില്ല എന്ന ഒരു ഒരു തീമിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പോകാൻ സപ്പോർട്ട് ചെയ്യുന്ന ഏത് റെഫറൻസ് ആണ് നമുക്കുള്ളത്? ആദാമിനെ ദൈവം പാപ സ്വഭാവമില്ലാത്തവനായി സൃഷ്ടിക്കുമ്പോൾ ആദാമിൽ രക്തമുണ്ട്. ആദമിൽ ദൈവം പാപ സ്വഭാവമില്ലാത്തവനായി സൃഷ്ടിക്കുമ്പോൾ ആദമിന് കൈയും കാലും മറ്റ് അവയവങ്ങളോ ഒക്കെ ഉണ്ട്. ഈ അവയവങ്ങളോ തന്നിലെ രക്തമോ തന്റെ അസ്ഥിയോ തന്റെ ശരീരമോ ഒന്നും പാപകാരണമായിരുന്നില്ല. അതൊന്നും പാപകാരണമായിരുന്നില്ല. പാപകാരണമായത് എന്താണ്? താൻ എടുത്ത ഒരു തീരുമാനം ദൈവത്തിന്റെ വാക്കിന് അനുസരണക്കേടായി ലംഘനം ചെയ്തപ്പോഴാണ് ആ പാപം തന്നിൽ പ്രവേശിക്കുന്നത്. അവിടെയാണ് തന്റെ ശരീരവും രക്തവും മാംസവും തന്റെ മനുഷ്യപ്രകൃതം എല്ലാം പാപത്തിന് കീഴ്പ്പെടുന്നത്. അതിനു മുൻപ് അവൻ പാപിയല്ല. അപ്പൊ അതിനു മുൻപ് ഒരു ബർത്ത് ഹൈപ്പോത്തറ്റിക്കലാണ് എങ്കിലും പറയുക, അങ്ങനെ ആ പാപ സ്വഭാവം ഇല്ലാത്ത അവസ്ഥയിൽ ആദാം തുടരുകയും അതിനകത്താണ് മനുഷ്യകുലത്തിൽ ജനിക്കുകയും ചെയ്തിരുന്നതെങ്കിൽ അതിനകത്തുനിന്ന് ഡിഫറൻസ് ഉണ്ടായി കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായ ശേഷം പിന്നീട് ഒരാൾ പാപം ചെയ്ത് ആ വഴി പോകണമെങ്കിൽ അപ്പൊ ആ ഒരു ജീനിയോളജി മാത്രം നോക്കിയാൽ മതിയായിരുന്നു, അടുത്ത ജീനിയോളജി പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ലോ. ആദമിന് മക്കളുണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആദമിൽ നിന്ന് ഒരു ജീനിയോളജി ആരംഭിക്കുന്നതിന് മുൻപേ ആദം പാപം ചെയ്യുകയും ഏതിന് പുറത്താകുകയും ചെയ്തു. അവൻ പാപ സ്വഭാവത്തിന് കീഴ്പ്പെടുകയും ചെയ്തു. അപ്പൊ അതിനു മുൻപ് താൻ പാപ സ്വഭാവമില്ലാത്ത ശരീരമുണ്ടായിരുന്നു, പാപ സ്വഭാവമില്ലാത്ത അസ്ഥി ഉണ്ടായിരുന്നു, പാപ സ്വഭാവമില്ലാത്ത രക്തവും ഉണ്ടായിരുന്നു, തന്റെ ശരീരത്തിൽ ജലാംശം ഉണ്ടായിരുന്നു, തന്റെ ശരീരത്തിൽ അവയവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനൊന്നും പാപം കീഴ്പ്പെടുത്തിയിരുന്നില്ല. പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇത് കീഴ്പ്പെട്ടത്. കർത്താവായ യേശു ക്രിസ്തു മറിയയുടെ അടുക്കൽ പറയുന്നു, എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. പിന്നെ പറയുന്നു, എന്നെ തൊട്ട് നോക്കുവിൻ, എനിക്ക് ഭൂതങ്ങൾക്കോ എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് കർത്താവ് പിതാവിന്റെ അടുക്കൽ നിൽക്കുകയും ചെയ്തു. അപ്പൊ ഈ നിന്നിട്ട് പിന്നെ വരുമ്പോഴും ഇതേ അസ്ഥിയും മാംസമുള്ള ശരീരം തന്നെ നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ പിന്നെ അസ്ഥി മാംസം ഉണ്ടെന്ന് ക്രിസ്തു ക്ലെയിം ചെയ്തിരിക്കെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ വേറെ സാധനമില്ല. അപ്പൊ പിന്നെ ബ്ലഡ് ഇല്ല എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ടത്? ഞാൻ ചിന്തിക്കുന്നത് പുനരുത്ഥാനം എന്ന പ്രോസസ്സിലൂടെ നമ്മുടെ ശരീരം, നമ്മുടെ രക്തം, നമ്മുടെ അസ്ഥി, നമ്മുടെ മാംസം, അതിന് അദ്രവത്വം എന്ന് പറയുന്ന ഒരു നേച്ചർ ലഭിക്കും. നേച്ചർ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിനോ അസ്ഥിക്കോ രക്തത്തിനോ അവയവങ്ങൾക്കോ ഒന്നും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനോ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനോ ഒരു തടസ്സവുമില്ല. അതിന്റെ പ്രോസസ് പുനരുത്ഥാനമാണ്. അത് ക്രിസ്തു എങ്ങനെ പ്രാപിച്ചു അങ്ങനെ തന്നെയാണ്. ഇതാണ് വേദോസം നമ്മളെ പഠിക്കും. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിച്ചു ഓൾറെഡി. അതിനപ്പുറത്ത് വേറൊരു വാക്യം നമുക്ക് കാണാനില്ല. പിന്നെ എനിക്ക് ഒന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞു. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അതായത് നമുക്കറിയാമല്ലോ, ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടുള്ളവൻ. ആദ്യത്തെ മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ. അപ്പൊ മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യന് അതിന്റെ ഒരു വ്യത്യസ്തത നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. ആ ആദ്യത്തെ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കണമെന്നുള്ള വാക്യം അവിടുന്ന് പറഞ്ഞു. അപ്പൊ ഈ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ഈ മനുഷ്യ ശരീരത്തിന്റെ ഈ മണ്ണിനാൽ പോഷിപ്പിക്കപ്പെട്ട് മണ്ണിനാൽ തന്നെ നാം എന്താ പറയാ മെനയപ്പെട്ട് മണ്ണിനാൽ പോഷിപ്പിക്കപ്പെട്ട ഒരു ശരീരമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഈ സിസ്റ്റം അതുകൊണ്ട് അപ്പോ ഞാൻ ചിന്തിക്കുന്നത്, ഈ തേജസ്കരണം പ്രാപിച്ച ആ ശരീരത്തിന് അടഞ്ഞിരുന്ന റൂമിലേക്ക് പ്രവേശിക്കുന്നതിനോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പോകുന്നതിനോ വരുന്നതിനോ ഒന്നും പ്രയാസമില്ലാത്ത ഒരു ശരീരമാണെന്ന് അറിയാം. പക്ഷെ ഇപ്പൊ പ്രിൻസ് പാസ്റ്റർ ചോദിച്ച ഒരു ചോദ്യത്തിന് പ്രകടമായ ഒരു വാക്യം എടുത്ത് പറയാനില്ല. അത് സത്യം തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ പറയുന്നത് കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. കർത്താവ് പറഞ്ഞ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് പറയുന്നു. പൗലോസ്ലീഹ പറയുന്നത് ജഡരക്തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ പറ്റത്തില്ലെന്ന്. ജഡരക്തങ്ങൾക്ക്. അപ്പൊ അത് ഒരു വേറിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ആ മാർക്ക് കാണപ്പെടുന്നുണ്ട്. അതായത് ആണിപ്പാടുള്ള മാർക്കും വിലാപ്പുറവും കർത്താവ് അത് കാണിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എനിക്ക് ഇതൊരു കാര്യമുള്ളൂ, ഈ മണ്ണുകൊണ്ടുള്ള പ്രതിമ ധരിച്ച ഈ മനുഷ്യന് ഈ ഭൗമിക അന്തരീക്ഷത്തിൽ മാത്രമേ അവന് ജീവിക്കാൻ പറ്റൂ.
അപ്പൊ ഈ ഭൗമിക അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റിയ ആ ശരീരത്തിന് വ്യത്യസ്തതയുണ്ട്, ആ മാംസത്തിന് വ്യത്യസ്തമുണ്ട്. ആ മാംസം ഇപ്പൊ നോക്കൂ, രക്തം നമ്മുടെ ശരീരത്തിൽ വാർന്നു പോയാൽ മരണം സംഭവിക്കും. അപ്പൊ അതാണ് ജീവൻ നിലനിൽപ്പ് രക്തത്തിലാണെന്ന് ലേവ്യ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഈ മണ്ണ് കൊണ്ടുള്ള മനുഷ്യന്റെ പ്രകൃതത്തെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് രക്തത്തെക്കുറിച്ച് കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വിശ്വസിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് എന്തുണ്ട്? അസ്ഥിയുണ്ട്, മാംസമുണ്ട്, എന്നാൽ രക്തം അവിടെ കാണുന്നില്ല. ഈ രക്തം ഉണ്ടെങ്കിൽ അല്ല, അത് അങ്ങനെ പറയുമ്പോ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എസ് ജെ ബ്രദറെ എന്തെങ്കിലും പറയാനാണോ അതോ അറിയാതെ അൺമ്യൂട്ട് ആയതാണോ? അല്ല, എസ് എ ബ്രദറിന്റെ പറയാൻ വന്നതാ, കേൾക്കാം. അല്ല, ഇനി ഞാൻ അതിനകത്ത് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. എസ് ജെ ബ്രദറിന് പറയണമെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. അത് ധരിക്കുന്ന പ്രോസസ് പുനരുത്ഥാനമാണ് എന്ന് ബൈബിൾ പറയുന്നു. വേറൊരു പ്രോസസ് ബൈബിൾ പറയുന്നില്ല. സ്വർഗീയന്റെ പ്രതിമ ധരിക്കും എന്ന് പറയുന്ന പ്രോസസ് പുനരുത്ഥാനമാണ്. രണ്ട്, പുനരുത്ഥാന ശരീരം നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പോലെയാണ് എന്നും ബൈബിൾ പറയുന്നു. അപ്പൊ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലായിക്കണം, ഇത് പിതാവിന്റെ രൂപഘടനയല്ല. അതായത് പിതാവായ ദൈവമായിരിക്കുന്നത് പോലെ അല്ല നമ്മൾ സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്നത്. അത് നമ്മളെ കൊണ്ട് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു പ്രീവിയസ് ഇറ്റേണിറ്റിയിൽ, അതായത് കെനോസിസ് തിയറി പറയുമ്പോൾ താൻ ദൈവ സ്വഭാവത്തിൽ ഇരിക്കെ ദൈവസമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല എന്ന് വെച്ച് താഴ്ചയുള്ള ശരീരത്തിലേക്ക് വരുന്നതിന് മുൻപ് താൻ ദൈവ സ്വഭാവത്തിൽ ഇരിക്കുമ്പോൾ ഒരു ശരീരം ഉണ്ടല്ലോ, അതുമല്ല നമ്മൾ പ്രാപിക്കുന്നത് സ്വർഗീയ ശരീരത്താൽ. സ്വർഗീയ പ്രതിമ നമ്മൾ ധരിക്കുന്നത്, സ്വർഗീയന്റെ പോലെ ആകുന്നത് കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചതിന് ശേഷമുള്ള ക്രിസ്തുവിന്റെ ശരീരം എങ്ങനെയാണോ അങ്ങനെയാണ്. അല്ലാതെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, പിതാവിന്റെ ദൈവത്വം, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം ആ ഘടനയിലല്ല. അപ്പൊ നമുക്കൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ദൈവത്തെ പോലെ ആകും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു നിലയിൽ സ്വർഗീയന്റെ പ്രതിമ ധരിക്കുക എന്ന് പറയുന്ന ഒരു വേ പിതാവിനെ പോലെ ആകുന്നു, അല്ലെങ്കിൽ പിതാവിന്റെ സമത്വത്തിൽ പുത്രൻ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതുപോലെ ആകുന്നു എന്നല്ല അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പകരം ബൈബിൾ പഠിപ്പിക്കുന്നത് നമ്മൾ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശരീരം എങ്ങനെയാണോ അതുപോലെ ആകും എന്നുള്ളതാണ്. പുനരുത്ഥാന ശരീരം പ്രാപിക്കും എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്നത്. ആ ശരീരത്തിന് എന്തുണ്ട്? പിന്നെ ക്രൈസ്റ്റ് ബ്രദർ ഇവിടെ ഒരു കാര്യം പറഞ്ഞപ്പം എനിക്കറിയാം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ട് വന്ന കുറെ കാര്യങ്ങളുടെ, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് വന്ന കുറെ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ അതിനെ കാടടച്ച് ചാടി പിടിച്ച് എതിർക്കുകയും വെട്ടുകയും കുത്തുകയും ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പുനരുത്ഥാന ശരീരത്തിൽ, ആ ശരീരത്തിന് മാംസമുണ്ട്, രക്തമുണ്ടെന്ന് ക്രിസ്തു ക്ലെയിം ചെയ്തു. ഇനി ആ മാംസത്തിൽ മാംസമുണ്ട്, അസ്ഥി ഉണ്ടെന്ന് ക്രിസ്തു ക്ലെയിം ചെയ്തു. ആ മാംസത്തിൽ രക്തം ഇല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ബൈബിളിൽ ഇല്ല. രക്തം ഇല്ലെന്ന് വാദിക്കേണ്ട ആവശ്യവുമില്ല. കാരണം മാംസം ഉണ്ടായിരിക്കെ ആ മാംസത്തിന്റെ ജീവനായിരിക്കുന്ന അദ്രവത്വ സ്വഭാവമുള്ള ആ ജീവഘടകം ഉണ്ടെങ്കിൽ, അത് രക്തമാണെങ്കിൽ, എനിക്കതിന് ഒരു എതിർപ്പും തടസ്സവുമില്ല. അത് സ്വർഗത്തിൽ പോകാൻ തടസ്സമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇനി ആ ശരീരത്തിൽ വെള്ളമുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് പുനരുത്ഥാന ശരീരത്തിന് ശേഷം, അതായത് പുനരുത്ഥാനം പ്രാപിച്ചതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. വിശപ്പുണ്ടെന്നല്ല അതിന്റെ അർത്ഥം, ഭക്ഷണം കഴിക്കാം. കർത്താവായ യേശു ക്രിസ്തു അതിന് ആ തലത്തിലേക്ക് നമ്മളെ ക്ലൂ ചെയ്യുന്ന പോയിന്റുകൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വെള്ളം ചെല്ലുകയോ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നു അത് ചെല്ലുകയോ ചെയ്യുന്നത് സ്വർഗീയ പ്രവേശനത്തിന് തടസ്സമാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തൊരു നിലകളിലേക്ക് പോയി നമ്മൾ വേറൊരു തലത്തിൽ നമ്മളെ അജയ്യരാക്കുകയോ അല്ലെങ്കിൽ വേറൊരു തലത്തിൽ അമാനുഷികരാക്കുകയോ ചെയ്യുന്ന ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. പുനരുത്ഥാന ശരീരത്തിൽ മാംസവും അസ്ഥിയും ഉണ്ടായിരിക്കെ അത് അങ്ങനെ അല്ല എന്ന രീതിയിൽ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിന് ബൈബിൾ ലീഡ് നൽകുന്നില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ജഡരക്തം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ജഡ സ്വഭാവമാണ്. പ്രിൻസ് പാസ്റ്റർ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, പറഞ്ഞതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാണ്. അതായത് ഇപ്പൊ പ്രിൻസ് പാസ്റ്റർ വിശ്വസിക്കുന്നത്, ഇപ്പൊ നമുക്ക് ഈ ഭൗമിക ശരീരത്തിന് ജഡമുണ്ട്, രക്തമുണ്ട്, മാംസമുണ്ട്, ഇതുണ്ട്. ഈ ഘടകങ്ങളെല്ലാം നമ്മുടെ ഭൗമിക ശരീരത്തിലുണ്ട്. അപ്പൊ പ്രിൻസ് പാസ്റ്റർ വിശ്വസിക്കുന്നത് പുനരുത്ഥാനം ചെയ്യപ്പെട്ട ആ ശരീരത്തിൽ, പുനരുത്ഥാനം സംഭവിച്ച ആ ശരീരത്തിൽ
പുനരുത്ഥാന സ്വഭാവമുള്ള ശരീരവും പുനരുത്ഥാന സ്വഭാവമുള്ള അസ്ഥിയും പുനരുത്ഥാന സ്വഭാവമുള്ള രക്തവും ഉണ്ടായിരിക്കും എന്നല്ലേ വിശ്വസിക്കുന്നത്? അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും തീർച്ചയായും അതിനകത്ത് സംശയമില്ലാത്ത കാര്യമല്ലേ? ഓക്കെ ഓക്കെ. അല്ല, ഞാന് ഇപ്പൊ അതില് കർത്താവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് രക്തം ഉണ്ടാകും എന്നുള്ളത് അതിപ്പം ഒരു വിശ്വാസമാണ്. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നു, അതിനെനിക്കൊന്നും തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭൗമികന്റെ പ്രകൃതി, അതായത് ഭൗമികമായ പിന്നെ ഈ ഭൂമിയിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിച്ച് നമ്മുടെ ശരീരം രക്തവും അസ്ഥിയും ഉള്ളതുപോലെ ഉള്ള ഒരു ശരീരമായിരിക്കില്ല പുനരുത്ഥാന ശരീരം എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ആ ശരീരത്തിൽ രക്തം ഉണ്ടാകുവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അത് പറയാൻ പറ്റത്തില്ല പ്രിൻസ് പാസ്റ്റർ, പക്ഷെ അത് അങ്ങനെ വിശ്വസിക്കുന്നു. എനിവേ, ഞാൻ ചോദിച്ചോട്ടെ, മാംസമുണ്ടെന്നും അസ്ഥി ഉണ്ടെന്നും കർത്താവ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതുണ്ട്, രക്തം അതുണ്ട്. അപ്പൊ പിന്നെ ഇനി അടുത്തൊരു കാര്യം, നഖമുണ്ടോ, മുടിയുണ്ടോ, ഉടുപ്പുണ്ടോ, പിന്നെ വയസ്സാകുന്നുണ്ടോ, പിന്നെ അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് അദ്രവത്വം ഉള്ളതായതുകൊണ്ട് ഇതിന് ക്ഷീണമോ തളർച്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗമോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ പട്ടിണിയോ പൈതാഹമോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ആ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുന്നത് തടസ്സമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ ശരീരത്തിൽ രക്തം ഇല്ലെന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ബൈബിളിൽ ഇല്ല. പിന്നെ മാംസരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ പാപ സ്വഭാവമുള്ള ശരീരത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരുടെ കാര്യമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള കൽപ്പനകളെ അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചും സേവിച്ചും വിശുദ്ധ ജീവിതം കഴിച്ച് വേർപാട് ആചരിച്ച് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ, ആ കൽപ്പനകളിൽ പല കാര്യങ്ങളുണ്ട്. ആ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ നാം എടുക്കപ്പെടുമ്പോൾ ആ പുനരുത്ഥാനം വഴി നമ്മുടെ ഇന്നത്തെ ശരീരഘടനയും ഇന്നത്തെ ദ്രവത്വത്തെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും. ആ അതിജീവിക്കുന്നതിലൂടെ ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറും. പിന്നെ നമ്മൾ പുനരുത്ഥാന ശരീരികളായി മാറും. ആ ശരീരത്തിന് അസ്ഥിയോ മാംസമോ എന്തെങ്കിലുമോ ഉണ്ടെങ്കിൽ, ആ ശരീരത്തിനുണ്ടെങ്കിൽ അത് നമുക്ക് സ്വർഗരാജ്യ പ്രവേശത്തിന് ക്രിസ്തുവിന്റെ അടുക്കൽ നിൽക്കുന്നതിന് തടസ്സമല്ല. അത് ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്യുന്നേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മറിയോട് പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. തോമസിനോടും ശിഷ്യന്മാരോടും പറഞ്ഞു, എന്നെ തൊട്ട് നോക്കൂ. അപ്പൊ ഇതിനിടയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കൽ നിന്നു. അപ്പൊ ഈ ശരീരം പ്രശ്നമല്ലായിരുന്നു. കാരണം അതിന് ശേഷം വന്ന വീണ്ടും ഇത് പറയുന്നത്, ക്ലെയിം ചെയ്യുന്നത് എന്നെ തൊട്ട് നോക്കാൻ. അപ്പം അതാണ് എന്റെ വിശ്വാസം. എനിവേ, നമ്മുടെ ചർച്ച ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. താങ്ക് യു. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു ചോദ്യം പറഞ്ഞതിനകത്തുനിന്ന്. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറയുന്നില്ല. അപ്പൊ അത് സെയിം എന്ന് പറയുമ്പം ദൈവത്വത്തിലാ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അപ്പൊ അത് പുത്രൻ എന്നല്ല അപ്പൊ അവിടെ പറയണ്ടേ, യേശു ക്രിസ്തു എന്നല്ലല്ലോ അങ്ങനെ ആകുമ്പോ? ഈ പിതാവ് എങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ അതിനകത്ത് അത് കുറച്ചുകൂടി തിയോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, യേശു ക്രിസ്തു ആന്ത്രോപോളജിയിൽ വരുന്നതല്ല. ഇന്നും എന്നേക്കും അനന്യൻ എന്നുള്ളതുണ്ടല്ലോ. പാസ്റ്റർ ഇപ്പൊ അവിടെ പറഞ്ഞത് ദൈവത്വത്തിലാണ് പറയുന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പം അങ്ങനെ ആകുമ്പോ പുത്രൻ എന്നല്ലേ ഇവിടെ പറയണ്ടേ? യേശു ക്രിസ്തു എന്ന് പറയുമ്പം അത് ശരിയാവോ? ഒത്തിരി വേർഡിങ്സ് പറയാമല്ലോ. പുത്രൻ മാത്രമല്ലല്ലോ, ദൈവപുത്രൻ എന്ന് പറയാം, മനുഷ്യപുത്രൻ എന്ന് പറയാം, ലോഗോസ് എന്ന് പറയാം, പിന്നെ ദൈവത്തിന്റെ ഭുജം എന്ന് പറയാം. ഇപ്പം പഴയ നിയമത്തിൽ പലയിടത്തും കർത്താവിനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഭുജം എന്നാണ്, പിന്നെ മനുഷ്യപുത്രൻ എന്നാണ്. അങ്ങനെ അനേകം വേർഡിങ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ജീസസ് ക്രൈസ്റ്റ് ഈസ് യെസ്റ്റർഡേ ആൻഡ് ടുഡേ, ജീസസ് ക്രൈസ്റ്റ് ഈസ് യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് പറയുമ്പോൾ, ജിജി ബ്രദറെ, ഞാൻ വിഷയം കാട് കയറിപ്പോകുന്നു ചിന്തിക്കരുത്. അവിടെ വളരെ നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശത്തിൽ മാത്രമായിരിക്കത്തില്ല അത് എഴുതിയിരിക്കുന്നത്. ഈ ജിജി ബ്രദർ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെ പറയാനുള്ള കാരണം, ഇതൊരു ഭയങ്കര കീ പോയിന്റ് ആയിട്ടാ ഈ 13-ാം അധ്യായത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാനിപ്പോ അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മറുപടി പറയുമ്പോൾ നമ്മുടെ ഈ സബ്ജക്റ്റിൽ നിന്നൊക്കെ മാറിപ്പോകും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ എബ്രായ ലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റ് മൊത്തത്തിൽ പറയുന്നില്ല, ഒത്തിരി ദീർഘിപ്പിക്കപ്പെട്ടു. ഞാൻ പോയിന്റ് വൈസ് മാത്രം ഓടിച്ചൊന്ന് പറയാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് പറയുമ്പോൾ
അവിടെ അതിന്റെ 13-ാം അധ്യായത്തിന്റെ 1 മുതൽ പൗലോസ് ചില കാര്യങ്ങൾ അവരെ അഡ്രസ് ചെയ്ത് പറഞ്ഞു വരിക. അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ ആ കോണ്ടെക്സ്റ്റ് വിട്ടേച്ച് നമുക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എന്താണ് ആ കോണ്ടെക്സ്റ്റിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ചിന്തിക്കുക. എബ്രായ ലേഖനം 1-ന്റെ 13 മുതൽ 13-ന്റെ 1 മുതൽ 8 വരെ വായിക്കുമ്പോൾ സഹോദര പ്രീതി, അതിഥി സൽക്കാരം, കഷ്ടപ്പെടുന്നവരെ ഓർക്കുക, മാന്യമായ കുടുംബജീവിതം, ദ്രവ്യാഗ്രഹം പാടില്ല, ഉള്ളതിൽ തൃപ്തിപ്പെടുക, ധൈര്യമുള്ളവരായിരിക്കുക, നടത്തിയവരെ ഓർക്കുക. ഇങ്ങനെ 8 കാര്യങ്ങൾ പറയുക. ഇനി ഈ 8 കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളല്ല, ഇതിനകത്ത് 2 കാര്യങ്ങളാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അത് 13-ന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ്. ദുരുപദേശങ്ങളിൽ കുടുങ്ങിപ്പോരുത്, കൃപയിൽ ഉറയ്ക്കുക, കുരിശിന്റെ അടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുയേശുവിന്റെ ക്രൂശീകരണത്തിന് മുൻപാകെ ചെല്ലുക, സ്തോത്രയാഗം അർപ്പിക്കുക, കൂട്ടായ്മ, ഫെലോഷിപ്പ്, നന്മ ചെയ്യുന്നവരെ ഓർക്കുക, ഡു ഗുഡ് തിങ്സ് ടു അതേഴ്സ്, പിന്നെ നടത്തിയവരെ ഓർക്കുക, വരുവാനുള്ള അന്വേഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾക്കിടയിൽ ഇത് ക്രൈസ്റ്റ് സെൻട്രിക് ലൈഫാണ് എന്നത് വ്യക്തമാക്കുന്നതിന് ക്രൈസ്റ്റ് സെൻട്രിക് ലൈഫ് ഇന്നതാണ് എന്ന് പറയുന്നതിന്റെ കീ വേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഇസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്നുള്ളത്. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുകയും ക്രിസ്തു ഇന്നതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തീയ ലൈഫ് എന്താണെന്നും കൂടെ വ്യക്തമാക്കുന്ന പുസ്തകമാണ് അല്ലെങ്കിൽ അധ്യായമാണ് എബ്രായ ലേഖനം 13-ാം അധ്യായം. അതിന്റെ കീ പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും അതിനകത്ത് ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ ഭയങ്കര ഡീപ്പാണ് ഈ സബ്ജക്ട്. എബ്രായ ലേഖനം എന്ന് പറയുന്ന വിഷയം ഒരു ഭയങ്കര ഡെപ്ത് ഉള്ള അധ്യായം. അതിനകത്തെ ഒരു ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ജീസസ് ക്രൈസ്റ്റ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് പറയുന്ന ആ ഒരു വാക്യം അത് തിയോളജിക്കൽ ഡെപ്ത് ഉള്ളതായിരിക്കെ തന്നെ ഇതിന് ക്രിസ്ത്യൻ ലൈഫുമായിട്ട് കണക്ട് ചെയ്താണ് അവിടെ പറഞ്ഞത്. അവിടുത്തെ കോണ്ടെക്സ്റ്റ് അതായതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ പഠനങ്ങൾക്കനുസരിച്ച് ക്രൈസ്റ്റ് ജീസസ് എന്ന് പറയാവുന്ന വേർഡുണ്ട്, വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയാവുന്നതുണ്ട്, ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയാവുന്നതുണ്ട്, പവർ ഓഫ് ഗോഡ് എന്ന് പറയാവുന്നതുണ്ട്, ഓൾമൈറ്റി എന്ന് പറയാവുന്നതുണ്ട്. ഇങ്ങനെ പല പ്രയോഗങ്ങളുണ്ട്. പിന്നെ ലാംബ് ഓഫ് ഗോഡ് എന്ന് പറയാം. ഇങ്ങനെ പല പ്രയോഗങ്ങളും പറയാമായിരുന്നു. പക്ഷെ ഇവിടുത്തെ വിഷയം ആ കോണ്ടെക്സ്റ്റ് ഞാൻ ഈ പറഞ്ഞതായതുകൊണ്ടാണ് അവിടെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ പക്ഷെ എന്റെ ചോദ്യം അവിടുന്ന് വരുന്നത് ഇപ്പോഴീ പുത്രനിൽ ദൈവത്വം ഉണ്ടല്ലോ, ദൈവത്വത്തിൽ മനുഷ്യപ്രകൃതിയായ ആ പുനരുത്ഥാന ശരീരം കൂടെ ഇല്ലേ ഇപ്പം ഒന്നുകൂടെ പറഞ്ഞ ഇപ്പോഴത്തെ ബ്രദറെ. നൗ ഇപ്പം പുത്രനിൽ ആ ദൈവത്വത്തിൽ ഉം. മനുഷ്യപ്രകൃതി അതായത് ആ പുനരുത്ഥാന ശരീരം കൂടെ ഇല്ലേ, ഇപ്പൊ ഉയർത്തേറ്റ് പോയ ആ പുനരുത്ഥാന ഉണ്ട്. ശരീരം കൂടെ ഇല്ലേ ആ ദൈവത്വത്തിൽ? അത് തീർച്ചയായും കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവത്തോട് നമുക്കൊരു ബന്ധം ഉണ്ടാക്കി തരാൻ മനുഷ്യത്വം സ്വീകരിച്ചേ പറ്റത്തുള്ളായിരുന്നു. ഓക്കെ അതിനി ലോകം ഉള്ള കാലത്തോളം നമുക്ക് പിതാവിന്റെ മുമ്പാകെ നിൽക്കണമെങ്കിൽ കർത്താവ് മനുഷ്യനും മധ്യസ്ഥനുമായി നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. പക്ഷെ കർത്താവ് വന്ന ശരീരം മരണത്തെ അതിജീവിച്ച് പുനരുദ്ധാനം സ്വീകരിച്ചുകൊണ്ട് ആ പുനരുദ്ധാനത്തോട് നമ്മൾ ഏകീഭവിക്കും. ആ ഏകീഭവിക്കുമ്പോഴും ആ പുനരുദ്ധാന ശരീരമായി ക്രിസ്തു നമുക്കും പിതാവായ ദൈവത്തിനും മധ്യേ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ തീർന്നു. ഓക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ നേരത്തെ അത് ഇല്ലാതെ വരുമ്പം ആ സെയിം എസ്റ്റർഡേ ടുഡേ എന്നുള്ളത് മാറത്തില്ലെന്ന് എന്റെ ചോദ്യം. ഇല്ല, മാറത്തില്ല. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് അവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മനുഷ്യ ശരീരത്തെ അല്ല അവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതെ, ആ ദൈവത്വത്തിൽ മനുഷ്യത്വം ഇല്ലല്ലോ, ഈ പുനരുദ്ധാന ശരീരം ഇല്ലല്ലോ അന്തരം നേരത്തെ. ഇപ്പൊ അത് വന്നിട്ടില്ലേ, ഇപ്പൊ ഒരു മാറ്റമായില്ലേ ഇപ്പോഴും പണ്ടത്തെ തമ്മിൽ? ഇപ്പൊ മാറ്റമുള്ളത് നമ്മളോടുള്ള ബന്ധത്തിലല്ലേ? അതായത് അത് ചിന്തിച്ചു നോക്കി, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ശരീരം സ്വീകരിച്ചത് അന്നുണ്ടായിരുന്ന ദൈവ സ്വഭാവത്തിൽ അത് ആ ദൈവ സമത്വം വേണ്ടെന്ന് വെച്ചപ്പോഴല്ലേ? അതെ ശരിയാണ്. പക്ഷെ ഇപ്പൊ മനുഷ്യപ്രകൃതി ഓക്കെ. ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആ ദൈവസമത്വം വേണ്ടെന്ന് വെച്ചപ്പോൾ താൻ ദൈവമല്ലാതായി എന്നല്ല, പകരം മുൻപ് താൻ ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ടേംസിലാണ് കർത്താവിനെ ഈ യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. കർത്താവായ യേശു ക്രിസ്തു ആ ദൈവ സമത്വത്തിന്റെ പദവി വിനിയോഗിക്കണ്ട എന്ന് വെച്ചപ്പോഴാണ് മനുഷ്യത്വം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യ പ്രകൃതം ആരംഭിക്കുന്നത്. അതിനി പുനരുത്ഥാന ശരീരത്തിൽ സമ്പൂർണ്ണ മനുഷ്യനായി തുടരുക തന്നെ ചെയ്യും. കാരണം അത് മരണത്തെ അതിജീവിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. എന്നാലും എനിക്ക് ഇപ്പം ഒരു വ്യത്യാസം വന്നു. അപ്പൊ സെയിം അല്ല എന്നുള്ള വിധത്തിലാണ് എനിക്ക് പിന്നെ എന്റെ ചിന്ത പോകുന്നത്, പഴയതും ഇപ്പോഴത്തും തമ്മിൽ. കാരണം സെയിം അല്ലല്ലോ, ആടായില്ലേ ഇപ്പം. അതായത് മനുഷ്യപ്രകൃതി ഇവിടെ വന്നില്ലേ ശരീരം കൂടെ.
പുത്രനിൽ. എന്റെ പൊന്നു ബ്രദറെ, ഞാൻ പിന്നെയും പറയുക, മനുഷ്യപ്രകൃതി എന്തിനു വേണ്ടി എടുത്തു എന്ന് ചിന്തിക്കും. നമുക്കും ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഈ ബന്ധം ഉണ്ടാകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ദൈവദൂതന്മാരെ കാവൽ നിർത്തി ഏദനിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത്. അപ്പൊ ആ ബന്ധത്തിലേക്ക് വരുത്താൻ കർത്താവിന് മനുഷ്യ ശരീരം സ്വീകരിച്ചേ പറ്റത്തുള്ളായിരുന്നു. അല്ലാതെ കർത്താവിന് പിതാവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ സ്വീകരിച്ച ആ ശരീരം അത് തുടരും, പുനരുത്ഥാന ശരീരത്തിൽ തുടരും. അതെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് വേണ്ടിയാണ് അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതിനകത്ത് മാറ്റമില്ല. പ്രീവിയസ് ഇറ്റേണിറ്റിയിൽ നമ്മൾ ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അവിടെ അതിന്റെ ആവശ്യവുമില്ല, ഓക്കെ, നമ്മൾ അതിന്റെ ആവശ്യവുമില്ല. അപ്പൊ ഈ ഒരു വാക്യം എനിക്ക് പ്രശ്നം വരുന്നത്. ഈ സെയിം എസ്റ്റർഡേ ടുഡേ ഫോർ എവർ എന്ന് പറയുമ്പോൾ സെയിം ഇപ്പം യെസ്റ്റർഡേ ടുഡേ എന്ന് അതിനകത്തൊരു ബന്ധം പറയുന്നത് തന്നെയുണ്ട്. ദൈവത്വത്തിലാണ്, മനുഷ്യ ശരീരത്തിലല്ല. ക്ലിയർ. മനുഷ്യ ശരീരത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് ഒരുപാട് താഴ്ചകളും വീഴ്ചകൾ എന്ന് പറയാൻ പറ്റത്തില്ല, താഴ്ചകളും വിവിധ തരത്തിലുള്ള ഡിഫറൻസസ് വന്നിട്ടുണ്ടല്ലോ. ഒന്ന്, മനുഷ്യ ശരീരം ഒരു സമയം കർത്താവിന്റെ ശരീരം തന്റെ ആത്മാവിനെ പിതാവിനെ ഏൽപ്പിക്കുകയും ദേഹി വിട്ടുമാറുകയും ചെയ്തപ്പോൾ ദേഹം മരണത്തിന് കീഴടങ്ങി. അപ്പം അതൊരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ദൈവസമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ആ പദവികൾ വിനിയോഗിക്കണമെന്ന് വെച്ചപ്പോഴാണ് മനുഷ്യ ശരീരം ആരംഭിക്കുന്നത്. അത് അടുത്ത കെനോസിസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് താഴ്ചയുള്ള ശരീരം സ്വീകരിച്ചു. ഒരിത്. അപ്പൊ ഇത് മനുഷ്യനോടുള്ള ബന്ധത്തിൽ കാണാൻ നമുക്കൊരു ഗ്രാഫിന്റെ അപ്പ് ആൻഡ് ഡൗൺ പോയിന്റ്സ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. യേശുവിന് വിശന്നു, യേശു കരഞ്ഞു, യേശു പ്രാർത്ഥിച്ചു, യേശു ഇരുന്നു, ഒരു ഘട്ടത്തിൽ യേശു കോപിക്കുന്നത്. എല്ലാ കോപവും പാവമല്ല, കർത്താവ് കോപിക്കുന്നുണ്ട്. കർത്താവ് കോപിച്ചു എന്ന് പറയുന്ന അനേകം സ്റ്റേറ്റ്മെന്റ് ബൈബിളിലുണ്ട്. ദൈവകോപം എന്ന് പറയുന്ന അനേകം കാര്യങ്ങൾ ഇതിനോട് അപ്പം ഈ കർത്താവിന്റെ വിവിധമായ സ്വഭാവങ്ങൾ അത് നമുക്ക് കാണാൻ പറ്റും. ഈ മനുഷ്യത്വത്തിലുള്ള തന്റെ ഗ്രാഫിനകത്തെ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൽ മാത്രമാണ്. എന്നാൽ ഇതൊന്നും തന്റെ ദൈവത്വത്തിൽ യേശിയിരുന്നില്ല. അവിടെയാണ് എബ്രായ ലേഖനം 13-8 വാക്യം നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. പക്ഷെ അത് അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ കോണ്ടെക്സ്റ്റ് ഒന്ന് വേറെയാണ്. എബ്രായ ലേഖനം 13 പറയുമ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന പദവും ഉപയോഗിക്കുന്നത്. പ്രിൻസിപ്പൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. നമ്മുടെ ജിജി സഹോദരൻ ചോദിച്ചതിന്റെ ആ ക്വസ്റ്റിന്റെ ആ ഒരു കണ്ടന്റ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജിജി ബ്രദർ ചോദിക്കുന്ന യേശുക്രിസ്തു ഇന്നും അനന്യൻ തന്നെ എന്നുള്ള ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം നിത്യതയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നെന്നാണോ ആ ചോദ്യത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള വിഷയം? അല്ലെങ്കിൽ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് ജിജി ബ്രദർ? ഇല്ല, ഞാനും അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല. ഇതെനിക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളു. ഇപ്പം മനുഷ്യപ്രകൃതി ഉണ്ടല്ലോ. അപ്പൊ സെയ്യുടെ എന്ന് പറയുമ്പോൾ നേരത്തെ അത് വേണ്ടേ എന്നുള്ളതാണ്. ഈ വചനപ്രകാരം അങ്ങനെ അല്ല. ഇത് വചനം വേറെ ഇത് നമുക്ക് ഇപ്പൊ ദൈവത്വത്തിൽ മാത്രമൊന്നും അങ്ങനെ എന്തെങ്കിലും വ്യാഖ്യാനിക്കേണ്ട പറ്റും. എന്റെ വ്യാഖ്യാനം എന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. അല്ല, അതിനകത്ത് ഇപ്പം ഒറ്റ സെക്കൻഡ് അതിനകത്ത് ഇപ്പം പ്രിൻസ് പാസ്റ്റർ പറഞ്ഞതാണ് അതിന്റെ ആധികാരികമായിട്ടുള്ള ഒരു ഉത്തരം എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കാരണം ഈ നിത്യനായ ദൈവമാണല്ലോ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യത്വം താൻ എടുക്കുക, ദൈവപ്രകൃതിയോടുകൂടി മനുഷ്യത്വത്തെ കൂടി എടുക്കുകയല്ലേ ചെയ്തത്. അപ്പൊ ആ വ്യക്തി, ആ എൻറ്റിറ്റി ഒന്നാണ്. ആ എൻറ്റിറ്റി ഒന്നായിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു വാക്യത്തിൽ അങ്ങനെ പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻറ്റിറ്റി ഒന്ന് തന്നെ, അതായത് ആ ദൈവം മനുഷ്യനായി എന്നുള്ള അർത്ഥത്തിൽ ആ വാക്യം പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് പ്രിൻസ് പാസ്റ്റർ പറഞ്ഞു വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഓക്കെ, ഈ തരത്തിലൊക്കെ ഡിഫറെന്റ് ആശയങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസിന്, ഈ ഗോഡ്സ് റെവലേഷൻ തന്നെ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ ആയിട്ടാണ് ബൈബിൾ പറയുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവാഞ്ചലിസത്തിൽ പോലും അതിന്റെ വ്യത്യാസം നമുക്ക്, നോഹ അറിയിച്ചതുപോലെ ഒരു ഗോസ്പൽ ഇവാഞ്ചലിസം മെത്തേഡ് അല്ല പിൽക്കാലത്ത് മോശയും അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരും പറഞ്ഞത്. ആ സുവിശേഷീകരണത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ്, അത് അബൌട്ട് നമ്മുടെ ഗോഡ് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ. അപ്പം ആ നിലയിലല്ല പിന്നീട് ഇപ്പൊ ഉദാഹരണത്തിന് യോന പ്രസംഗിക്കുമ്പോൾ വേറൊരു സ്വഭാവമാണ്. നോഹ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറൻസ് ആയിട്ടുള്ള വേറൊരു സ്വഭാവമാണ് യോന പറയും. ഇതിൽ നിന്ന് ഡിഫറെന്റ് ആണ് യോഹനൻ സ്നാപകൻ പറയുമ്പോൾ. അതിൽ നിന്ന് ഡിഫറെന്റ് ആണ് കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ. യേശുക്രിസ്തു പറയുമ്പോൾ പല കാര്യങ്ങളും ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് അഡ്രസ് ചെയ്തും യഹൂദന്മാരോട് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പൊ യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരു കാര്യമില്ലാതെ കൊണ്ടു കിടക്കുന്ന നമ്മുടെ ആളുകളും ഉണ്ട്. ഞാൻ പറയുന്നത് അതല്ലായിരുന്നു ശിഷ്യന്മാർ പ്രസംഗിക്കുമ്പോൾ ഉള്ളായിരുന്ന കണ്ടന്റിനകത്ത് കുറച്ചുകൂടെ
ചർച്ച് സെൻട്രിക്, ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള വിഷയങ്ങളായിരുന്നു. എന്നാൽ ക്രിസ്തു യഹൂദനോട് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും പിതാവായ ദൈവം യഹൂദനോട് ഇടപെടുന്ന അനേക കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് കേഴ്സസ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഹൂദനോട് ചൂണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓടിപ്പോക്ക് ശബത്തിലോ ശീതകാലത്തിലോ ആകാതിരിക്കാൻ നോക്കട്ടെ. ആ കാലത്ത് നിങ്ങൾ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എടുക്കേണ്ട കാര്യമേ അല്ല. നമ്മൾ മല തപ്പി പോകേണ്ട കാര്യമില്ല. നമുക്ക് ശബത്തും ശീതകാലവും വിഷയവുമല്ല. അപ്പൊ അത് ജൂസ് സെൻട്രിക്കാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന മാത്യു 24 കാര്യം. എനിവേ, ഇനി നമ്മൾ ഇന്ന് പറയുന്ന ഗോസ്പലിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു ഗോസ്പൽ മെത്തേഡ് ദൈവസഭയുടെ എടുക്കപ്പെടലിന് ശേഷം ഇവിടെ 2 സാക്ഷികൾ അറിയിക്കും. ഈ 2 സാക്ഷികൾ അറിയിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ദൂതന്മാർ അറിയിക്കുന്ന നിത്യസുശേഷം എന്ന് പറയുന്ന ഒരു ടേമും വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത് പ്രോഗ്രസീവ്ലി ഈ ഗോസ്പൽ അറിയിക്കുന്ന തലങ്ങൾക്കും അതിന്റെ പ്രമാണങ്ങൾക്കും അതിന്റെ ആപ്ലിക്കേഷൻസിനും ഒക്കെ വ്യത്യാസമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. കൃപയാൽ, ദൈവകൃപയാൽ ലോകത്തിൽ നിൽക്കാവുന്ന ഏറ്റവും ഗ്രേസ് പീരീഡിൽ ഏറ്റവും ലഭ്യമായ മനോഹര കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ 2 കാരണങ്ങൾ: ഒന്ന്, 10 പൈസ പോലും നേർച്ചയും കാഴ്ചയും ഇല്ലാതെ നമുക്ക് ക്രിസ്തുവുമായി ബന്ധം. 2, ദൈവം എന്ന് പിതാവ്, പുത്രൻ എന്ന് പറയും, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ